عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇന്ന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന വളരെ മഹത്വമുള്ള ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ കുറിച്ച് നമ്മൾക്ക് പരിചയപ്പെടാം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നത് അൻ തഖൂല, ഇങ്ങനെ പറയലാം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ ചൊല്ലിത്തരികയാണ്. ഞാനതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ചൊല്ലാം. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅ്തു അഊദു ബിക മിൻ ശർരി മാ സനഅ്തു അബൂഉ ലക ബിനിഅ്മതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് നമ്മുടെ ഏടുകളിലും മറ്റു വേറെ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നതാണ്. ഇതിനാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അഥവാ എല്ലാ തെറ്റുകളും അള്ളാഹുവിലേക്ക് പറഞ്ഞ് എന്റെ പാപങ്ങൾ അള്ളാഹുവെ നീ പുറത്തു തരണം, നിന്നിലേക്ക് ഞാനിതാ ഖേദിച്ചു മടങ്ങുകയാണ്, എന്നെ നീ കൈയൊഴിയരുത് എന്ന് അള്ളാഹുവിലേക്ക് തന്റെ കാര്യങ്ങൾ ചെയ്തു പോയ അബദ്ധങ്ങൾ അള്ളാഹുവിനോട് സമ്മതിക്കുന്ന ഒരു ചിത്രമാണിത്. ഈ ദിക്ർ ഒരാൾ ചൊല്ലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പകൽ സമയത്ത് ഒരാൾ ഈ ദിക്ർ ചൊല്ലിയാൽ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ, അന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ആ വ്യക്തി മരണപ്പെടുകയും ചെയ്താൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അയാൾ ഉറപ്പായിട്ടും സ്വർഗത്തിൽപ്പെട്ട ആളാണ്, സ്വർഗനിവാസികളിൽപ്പെട്ട ആളാണ് എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്ന് തുടർന്ന് പറഞ്ഞു, ഇനി ഒരാൾ രാത്രിയാണ് ഇത് ചൊല്ലിയതെങ്കിൽ ഫമാത ഖബ്ല അൻ യുസ്ബിഹ, പ്രഭാതമാകുന്നതിന് മുമ്പ് അദ്ദേഹം മരണപ്പെട്ടാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, ആ വ്യക്തി സ്വർഗനിവാസികളിൽപ്പെട്ട ആളാണ്. ഒരൊറ്റ തവണയെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ പലരും ജോലിക്ക് പോകുന്നവരാണ്, വേറെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നവരുണ്ടാകും. അവർക്കൊക്കെ സുബഹി നിസ്കാരം കഴിഞ്ഞ് വളരെ കുറഞ്ഞ സമയം മതി ഒരു തവണയെങ്കിലും ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒന്ന് ചൊല്ലാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ അത്രയും സ്വീകാര്യ യോഗ്യമായ ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസും കൂടെയാണിത്. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ ഇത്തരം നല്ല അദ്കാറുകളും മറ്റും പ്രാവർത്തികമാക്കാൻ, പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.